സത്യത്തിൽ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസും CPM-ഉം BJP-യും പോലുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും ഒക്കെ ശ്രദ്ധ വരുത്തേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. ഇപ്പോൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, ഇപ്പോൾ നമ്മുടെ തൊഴിൽ മേഖലയിൽ, ഈ ചാനൽ തൊഴിൽ മേഖലയിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന വിധത്തിൽ ഈ ആളുകൾ, പുതിയ സ്ഥാപനങ്ങൾ വരുന്നു, നിറയെ ശമ്പളമുള്ള തൊഴിലാണിത് എന്ന മനസ്സിലാക്കൽ പൊതുസമൂഹത്തിലാകെ തന്നെ വരുന്നു. മാധ്യമപ്രവർത്തനത്തിന് കുറെ കൂടെ ഗൗരവമുള്ള ഒരു കാര്യമാണെന്ന് ആളുകൾ കാണുന്നു. അപ്പോൾ അതേ സമയത്ത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നിനെ ആ മാധ്യമ സ്ഥാപനമാക്കാൻ, അതിൻ്റെ ഹൈറ്റ്സിലേക്ക് അതിനെ എത്തിക്കാൻ വേണ്ടി പണിയെടുത്ത ജേർണലിസ്റ്റുകൾ അവിടെ സമരം ചെയ്യുകയാണ്. 5 മാസമായിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല എന്നാണ് അവിടെയുള്ള പല ആളുകളും പറയുന്നത്. അതും മലയാള മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1, 2, 3 എന്ന നിലക്ക് വരുന്ന സ്ഥാപനങ്ങൾ, പത്രസ്ഥാപനങ്ങൾ ഇവയാണ്. അത് ദേശാഭിമാനി അവരുടെ ഈ വരിസംഖ്യ അല്ലെങ്കിൽ വരിക്കാരെ ചേർക്കുന്ന ക്യാമ്പയിൻ നടക്കുന്ന സമയമാകുമ്പം അവരൊരു പക്ഷേ അവരുടെ നമ്പർ ഇതിൻ്റെ അടുത്തോ തന്നെയോ അല്ലെങ്കിൽ ഇതിന് മുകളിലോ ഒക്കെ എത്താറുണ്ട്. അത് ഏതായാലും ഇവർ 3 പേരുമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രസ്ഥാപനങ്ങളെന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞാൽ വല്ലാത്ത തോതിൽ, ഭയങ്കരമായി നല്ല തോതിൽ വളർന്ന ഒരു സ്ഥാപനമാണ് മാധ്യമം, പത്രം. അത് PK ബാലകൃഷ്ണൻ പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിജീവികളുടെ ഒരാളുടെ ഈ പത്രാധിപത്യത്തിൽ കുറേ കാലം പോയി. പിന്നീട് ഒരുപാട് നല്ല ജേർണലിസ്റ്റുകൾ, പത്രാധിപരായിട്ടാണെങ്കിലും ഒരുപാട് നല്ല ജേർണലിസ്റ്റുകൾ, അല്ലെങ്കിൽ സാധാരണ പത്രക്കാരായിട്ടാണെങ്കിലും, എന്ന് വെച്ചാൽ പത്രാധിപരും മറ്റു പത്ര എഡിറ്റർമാരും ഒക്കെ ആയിട്ടും ഒരുപാട് നല്ല ജേർണലിസ്റ്റുകൾ ഉള്ള സ്ഥാപനമാണ് മാധ്യമം. അതിന് അന്താരാഷ്ട്ര വാർത്തകൾ, അന്തർദേശീയ വാർത്തകളൊക്കെ ഗംഭീരമായിട്ട് ലോകത്തെപ്പറ്റി മനസ്സിലാക്കാൻ കേരളത്തിലെ വായനക്കാർക്ക് നല്ല അവസരം കൈവന്ന ഒരു ഈ പത്രത്തിലൂടെയാണ്. അത്തരം നല്ല പ്രവർത്തന പാരമ്പര്യമുള്ളതാണ്. പക്ഷേ അവിടെ മാധ്യമത്തിന് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മാധ്യമത്തിന് പിന്നിലുള്ള ഈ സംഘടനയെ പറ്റി കേരളം വല്ലാത്ത തോതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഫെമിലിയറാണ് ആ പേര്. മീഡിയ വൺ എന്നൊരു സ്ഥാപനം കൂടെ അവർക്കുണ്ട്. അപ്പോൾ കേരളത്തിൽ കുറേ കൂടെ ഫെമിലിയറാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഇത്രക്കൊന്നും ഫെമിലിയർ അല്ലാതിരുന്ന കാലത്ത്, ചെറിയൊരു സംഘം മാത്രമായിരുന്നൊരു കാലത്ത്, ഇപ്പോൾ അവർക്കുണ്ടായിരുന്ന ആശയപരമായിട്ടുള്ള ശക്തിയും മറ്റൊന്നും ഒട്ടും ഇല്ലാതിരുന്നൊരു കാലത്ത് അവർക്ക് പൊതുസമൂഹത്തിനകത്ത് നല്ല ഒരു എന്താ പറയുക, ശക്തി ഉണ്ടായിക്കൊടുക്കാൻ ഈ മാധ്യമം പത്രത്തിലൂടെ കൂടിയാണ് സാധിച്ചത്. അത് അവരുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വർക്ക് അതിനകത്തുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ, അതിൻ്റെ സാധാരണക്കാരായ പ്രവർത്തകർ അവരുടെ പത്രം എന്ന് കണ്ടിട്ട് അതിനെ കഠിനാധ്വാനം ചെയ്തിട്ട്, രാപകലില്ലാതെ അധ്വാനം ചെയ്തിട്ട് കൂടിയാണ് അതിനെ ആ നിലക്ക് എത്തിച്ചത്. അപ്പോൾ ആ സംഘടനയുടെ പ്രവർത്തകർക്കും അതിനകത്തൊരു പങ്കാളിത്തമുണ്ട്. പക്ഷേ അതുപോലൊരു പത്രം, പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പത്രവ്യവസായം ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് ലോകവ്യാപകമായിട്ട് ആളുകൾ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇവിടെ മനോരമയും മാതൃഭൂമിയൊക്കെ നല്ല നിലക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. ദേശാഭിമാനിയും ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പത്രങ്ങളെല്ലാം അവരവരുടെ കാര്യങ്ങളൊക്കെ വളരെ വെടുപ്പായിട്ട് കൊണ്ടുപോകുന്ന സംവിധാനങ്ങളാണ്. അപ്പോൾ ഇവർക്ക് മാത്രമായിട്ടൊരു പ്രതിസന്ധിയില്ല. ഇനിയിപ്പോൾ പ്രതിസന്ധി ഉണ്ടെങ്കിൽ തന്നെ ആ പ്രതിസന്ധി തൊഴിലാളികളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്.